ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജനുവരി 4. ഇന്ന് വിശുദ്ധ ബലി മധ്യേ നാം വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. യേശുവിൻ്റെ ആദ്യ ശിഷ്യഗണങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ നാം വായിക്കുക. ഈ സുവിശേഷ ഭാഗത്ത് നാം 3 ആത്മീയ വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടുന്നു. അവരുടെ ജീവിത മാതൃക നമ്മുടെ ആത്മീയ ജീവിതത്തിലും വലിയ ഒരു വഴിവിളക്ക് തന്നെയാണ്. ആദ്യമായി സ്നാപക യോഹന്നാൻ തൻ്റെ പ്രിയപ്പെട്ട 2 ശിഷ്യന്മാരെയാണ് യേശുവിൻ്റെ അടുത്തേക്ക് സ്നാപകൻ അയക്കുക. യേശു കടന്നു വരുന്നത് കാണുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് സ്നാപകൻ പറയുന്നത് ഇപ്രകാരമാണ്: ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവർ അത് കേട്ട് അവനെ അനുഗമിച്ചു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു സങ്കടവും കൂടാതെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന എളിമയുടെ, ലാളിത്യത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ മനോഭാവം. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തി എളിമയും സമർപ്പണ മനോഭാവവുമാണ് എന്ന് യോഹന്നാൻ പലവുരി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്കും ഈ ഹൃദയ ലാളിത്യത്തിൻ്റെ മാതൃക സ്വീകരിക്കാം. യേശുവിനെ രണ്ടാമതായി നാം കണ്ടുമുട്ടുന്നു. ആ ശിഷ്യന്മാർ കർത്താവിനെ സമീപിക്കുമ്പോൾ അവൻ നിന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അവരുടെ മറുപടി ഇപ്രകാരമാണ്: അങ്ങ് വസിക്കുന്ന ഇടം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ് സ്നേഹപൂർവ്വം അവരെ ക്ഷണിക്കുന്നു, വന്ന് കാണുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ഈ സ്നേഹപൂർവമായ ക്ഷണം നിരവധി തവണ നൽകുന്നുണ്ട്. അവിടുത്തെ വചനത്തിൽ, അവിടുത്തെ വലിയ സ്നേഹത്തിൽ വന്ന് കണ്ടനുഭവിച്ച് ബലം പ്രാപിക്കുക എന്നുള്ളത്. ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ കർത്താവിൻ്റെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നുവെന്ന്. അക്കാലഘട്ടത്തിലെ യഹൂദ സമയ ക്രമീകരണ പ്രകാരം ഇരുട്ട് വ്യാപിക്കുന്നതിന് മുമ്പ് ഉള്ള 2 മണിക്കൂറായിരുന്നു ആ സമയം. എന്നുവെച്ചാൽ രാത്രി മുഴുവൻ കർത്താവോട് ചേർന്ന് കർത്താവ് വസിക്കുന്നിടത്ത് അവർ ചെലവഴിച്ചു. രാവേറെ പ്രാർത്ഥിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിന് നന്ദി സമർപ്പിക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ നല്ല മാതൃക അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഹ്ലാദത്തിൻ്റെ വലിയ സമൃദ്ധി നിറച്ചിരുന്നിരിക്കാം. അതുകൊണ്ട് സന്തോഷത്തോടെയാണ് അവർ തിരികെ വരുന്നത്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ആലയത്തിൽ, കർത്താവിൻ്റെ വചനത്തിൽ, കർത്താവിൻ്റെ ശക്തി പ്രകടമാകുന്ന ഇടങ്ങളിലേക്ക് കടന്നു വന്ന് അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. ഈശോയുടെ ഈ സ്നേഹപൂർവമായ ക്ഷണം നമുക്ക് സ്വീകരിക്കാം. മൂന്നാമത് നാം ഇവിടെ കണ്ടുമുട്ടുന്ന വ്യക്തി പത്രോസ് അപ്പോസ്തലൻ്റെ സഹോദരനും അതോടൊപ്പം തന്നെ യോഹന്നാൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരുവനുമായ അന്ത്രയോസ് അപ്പോസ്തലനാണ്. ആദ്യം കടന്നു വന്നവനെങ്കിലും സ്വയമേവ 2-ാം സ്ഥാനത്തേക്ക് മാറി നിൽക്കുന്നവൻ. ഈശോയെ കണ്ടുമുട്ടുമ്പോൾ അവൻ തൻ്റെ സഹോദരനോട് പറയുന്നത് ശ്രദ്ധേയമാണ്: ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ, രക്ഷകനെ കണ്ടുമുട്ടിയിരിക്കുന്നുവെന്ന്. താൻ അനുഭവിച്ച വലിയ സന്തോഷം, അത് പങ്കുവയ്ക്കാൻ കാണിക്കുന്ന സന്മനസ്, ഏറ്റവും ശക്തനായ ഒരു പ്രഘോഷകൻ്റെ രൂപം നമ്മുടെ മുമ്പിൽ തുറന്ന് വയ്ക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക മാത്രമല്ല, അത് ഏറ്റു പ്രഖ്യാപിക്കുവാനും നമുക്ക് സാധിക്കണം. ഈശോയുടെ അടുക്കലേക്ക് പത്രോസിനെ നയിച്ചതും അന്ത്രയോസ് ശ്ലീഹയാണെന്ന് വചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വ്യക്തിപരമായി ഒരു ലാഭവും പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ദൈവമഹത്വത്തിനായി ജീവിക്കാൻ സാധിക്കുന്ന സന്നദ്ധതയാണ് ഒരു ശിഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അതുകൊണ്ട് നമുക്ക് ഈ മാതൃകകളെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. അവരുടെ ആത്മീയ നന്മകളെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.